ആരെന്തു പറഞ്ഞാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. പറയുമ്പോൾ വല്ലാതെ ദേഷ്യം നിറഞ്ഞിരുന്നു സ്വരത്തിൽ. വൈക. രേവതി അവളെ ശാസനയോടെ വിളിച്ചു. എനിക്ക് പറ്റില്ലമ്മ ആ പട്ടിക്കാട്ടിൽ പോയി താമസിക്കാൻ. റേഞ്ച് എന്ന് പറയുന്ന സാധനമുണ്ടോ അവിടെ? സാധനങ്ങൾ വാങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒരു നല്ല കടയെങ്കിലും ഉണ്ടോ? എനിക്ക് വയ്യ എൻ്റെ ജീവിതം അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് കളയാൻ. അമ്മയുടെ ദേഷ്യം കലർന്ന മുഖം കണ്ടില്ല എന്ന് നടിച്ച് വൈക വീണ്ടും പറഞ്ഞു. പതിയെ രേവതിയുടെ മുഖത്ത് നിരാശ നിഴലിക്കുന്നത് കണ്ടു. എൻ്റെ കണ്ണടയും മുൻപ് നിന്നെ ഒരു കയ്യിൽ ഏൽപ്പിക്കാനല്ലേ മോളെ? നിന്റെ അച്ഛൻ പോകും മുൻപ് എന്നോട് അവസാനമായി പറഞ്ഞത് നിന്നെ അമ്പിക്ക് കൊടുക്കണമെന്നാണ്. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവൾക്കും എന്തോ വയ്യായിക തോന്നി. പക്ഷേ സമ്മതം മൂളാൻ കഴിഞ്ഞില്ല. ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ജീവിതം തന്നെയായിരുന്നു അത്. കൂട്ടുകാരോടൊക്കെ ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റാതെ, ഷോപ്പിങ്ങോ സിനിമയോ കാണാൻ പോകാൻ പറ്റാതെ എങ്ങനെയാണ് തനിക്ക് ജീവിക്കാൻ കഴിയുക? കരണ്ട് പോലും ഉണ്ടോ ആവോ എല്ലാ ദിവസവും? അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടേ? നാട്ടിലേക്കൊന്ന് പോകണം, അത്രേ ഉള്ളൂ. നമുക്ക് പോകാം, എല്ലാവരുടെയും കൂടെ കുറച്ച് ദിവസം നിൽക്കാം. പക്ഷേ ഈ വിവാഹത്തിന് അമ്മയെ നിർബന്ധിക്കരുത്. തീരെ പറ്റാഞ്ഞിട്ടാ അമ്മ. അവൾ അമ്മയുടെ മടിയിലേക്ക് തലവച്ച് കിടന്നു പതുക്കെ പറഞ്ഞു. അവളുടെ തീരുമാനം ഉള്ളിൽ വിഷമം ഉണ്ടാക്കിയെങ്കിലും എതിരു പറയാതെ രേവതി സമ്മതം മൂളി. അവൾക്കിഷ്ടമല്ലാത്ത ഒരു ബന്ധത്തിന് അവളെ നിർബന്ധിക്കാൻ കഴിയുമായിരുന്നില്ല. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം നാട്ടിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള ചിന്തകളിൽ തന്നെ ചുറ്റിത്തിരിയുകയായിരുന്നു മനസ്സ്. ഓർമ്മകൾ അയാളിലേക്കെത്തി. അഭിമന്യു ശേഖർ അമ്മയുടെ ആങ്ങളുടെ മകനാണ്. വർഷത്തിൽ ഒരിക്കൽ അമ്മയുടെ തറവാട്ടിൽ പോകുമ്പോഴാണ് കാണുക. താൻ കുഞ്ഞായിരുന്നപ്പോൾ വലിയ സ്നേഹമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ അറിയാതെ ഗൗരവം കലർന്നു നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ. തന്നോട് അധികമൊന്നും സംസാരിക്കാറില്ല. ഇപ്പോൾ 4-5 വർഷമായിരിക്കുന്നു കണ്ടിട്ട്. മെഡിസിൻ പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു ചെന്നപ്പോഴൊക്കെ. അവസാനമായി തറവാട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ 2 വർഷമായിരിക്കുന്നു. അച്ഛൻ്റെ കൂടെയാണ് പോയത്. ആ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാകാം ഓരോ തവണയും പോകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോഴും ഒടുവിൽ പിൻവലിയുന്നത്. ഓരോന്നോർത്ത് കിടന്ന് എപ്പോഴാ ഉറങ്ങിയത് എന്നറിയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ നല്ല ഉത്സാഹത്തോടെ ജോലിയൊക്കെ ഒതുക്കുന്നത് കണ്ടു. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷം ആ മുഖത്ത് കാണാമായിരുന്നു. വലിയ താല്പര്യമൊന്നുമില്ലാതെ റെഡിയായി. അത്രയും ദൂരം വണ്ടി ഓടിക്കാൻ വയ്യാത്തത് കൊണ്ട് ടാക്സിയിലായിരുന്നു പോയത്. കണ്ടുകൊണ്ടിരുന്ന സിനിമ ഇടയ്ക്ക് വെച്ച് നിന്നപ്പോഴാണ് സ്ഥലം എത്തിയെന്ന് മനസ്സിലായത്. ഒരു മെസ്സേജ് അയക്കാൻ പോലുമുള്ള റേഞ്ച് ഇല്ല. ദേഷ്യത്തോടെ ഫോൺ എടുത്ത് ബാഗിൽ വെച്ചു. അല്ലെങ്കിലും അതുകൊണ്ടിപ്പോൾ വലിയ കാര്യമൊന്നുമില്ലല്ലോ. ടാറിട്ട റോഡിൽ നിന്നും മാറി വണ്ടി ഇടവഴിയിൽ കൂടി സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു. കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്നപ്പോൾ 2 നിലയിൽ തല ഉയർത്തി നിൽക്കുന്ന തറവാട് കണ്ടു. മാറ്റമൊന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ അമ്മമ്മ ഓടി അടുത്ത് വന്നിരുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ ഒരു നീറ്റൽ തോന്നി. പലവട്ടം അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ നിന്നപ്പോൾ തടഞ്ഞത് താനായിരുന്നു. അബി എവിടെ അമ്മേ? മുത്തശ്ശിയെയും കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴായിരുന്നു അമ്മയുടെ ചോദ്യം എത്തിയത്. എന്തിനെന്നറിയാത്ത ഒരു കൗതുകം അവളിലും ഉണ്ടായിരുന്നു. അവനിപ്പോൾ ഇവിടെ ആ പൂട്ടിക്കിടന്ന ക്ലിനിക്ക് നോക്കി നടത്തുമല്ലേ? ഉച്ച കഴിഞ്ഞും ചിലപ്പോൾ രോഗികളുണ്ടാകും. എല്ലാവർക്കും വലിയ കാര്യം അവന്. മുത്തശ്ശിയുടെ വാക്കുകളിൽ വല്ലാത്ത ഒരു അഭിമാനമുണ്ടായിരുന്നു. അമ്മയുടെ മുഖത്തേക്കും അത് പ്രതിഫലിച്ചിരുന്നു. ചെന്ന വഴിയെ ചെറുതായി ഒന്ന് മയങ്ങാൻ കിടന്നു. ഭക്ഷണമൊക്കെ പിന്നെ മതി എന്ന് പറഞ്ഞിരുന്നു അമ്മായിയോട്. നല്ല തണുപ്പുണ്ടായിരുന്നു മുറിയിൽ. ചുറ്റും മരങ്ങൾ നിറഞ്ഞത് കൊണ്ടാകാം. എ സിയും ഫാനും ഒന്നുമില്ലെങ്കിലും ഇത്രയും തണുപ്പ് ആദ്യമായിട്ടായിരുന്നു. എന്തോ വല്ലാത്ത ഇഷ്ടം തോന്നി. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അഭിയേട്ടൻ വന്നത്. ഞാൻ പ്രതീക്ഷിച്ച രൂപമേ ആയിരുന്നില്ല. നല്ല പഴഞ്ചനായ ഒരാളെ പ്രതീക്ഷിച്ചപ്പോൾ ഷർട്ടും പാൻസും ഒക്കെ ഇട്ട് എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള ഒരാളെയാണ് കണ്ടത്. കണ്ടാൽ ഒരു ചന്തമൊക്കെ ഉണ്ട്. ആള് എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് പോകുന്നത് കണ്ടു. ഓ ജാട. ചുണ്ടുകൊട്ടി വീണ്ടും കഴിക്കാൻ തുടങ്ങി. കഴിച്ചിട്ട് എഴുന്നേറ്റപ്പോഴേക്കാണ് ആള് കുളിച്ചിട്ട് വന്നത്. നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി ഇരിക്കുന്നത് കണ്ടു. രണ്ടാളും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇടയ്ക്ക് അഭിയേട്ടൻ ഇങ്ങോട്ട് നോക്കുന്നത് കാണാം. താനിന്നലെ വേണ്ട എന്ന് പറഞ്ഞത് വല്ലവും അമ്മ പറയുമോ എന്നൊരു പേടി തോന്നി അവൾക്ക്. അവനെ നോക്കി ഒരു ചമ്മിയെ ചിരിച്ചിട്ട് മുറിയിലേക്ക് ചെന്നു. കുറച്ചു കഴിഞ്ഞ് വാതിലിൽ മുട്ടുകേട്ടു. നോക്കിയപ്പോൾ അഭിയേട്ടനാണ്. കയ്യിൽ എന്തോ ഒരു പൊതിയുണ്ട്. എത്രയൊക്കെ ആകാംക്ഷ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടും കണ്ണുകൾ ചതിച്ചിരുന്നു. പതിയെ അടുത്തു വന്നിരുന്നപ്പോഴേക്കും ചക്കപ്പഴത്തിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറി. കയ്യിലേക്ക് തരും മുൻപേ പിടിച്ചു വാങ്ങിയിരുന്നു. 2 എണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന അഭിയേട്ടനെ കാണുന്നത്. ആകെ നാണം കെട്ട ഭാവത്തിൽ ഞാൻ ഇരിക്കുമ്പോഴേക്കും ആള് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പതിയെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും ഉള്ളിലെ മഞ്ഞ് പതിയെ ഉരുകുന്നുണ്ടായിരുന്നു. അഭിയേട്ടൻ ആശുപത്രിയിൽ നിന്നും വന്നു കഴിഞ്ഞ് വൈകുന്നേരം ആളുടെ കൂടെ വെറുതെ നാട് കാണാൻ ഇറങ്ങും. അഭിയേട്ടനെ കാണുമ്പോഴേ പിള്ളേരൊക്കെ ഓടി വന്ന് കാര്യം പറയുന്നത് കാണാം. പലരും അവർക്കുള്ള രോഗലക്ഷണങ്ങളെക്കുറിച്ചും തീരാറായ മരുന്നിനെക്കുറിച്ചുമെല്ലാം വഴിയിൽ നിന്നും പറയും. ഒട്ടും മടുപ്പില്ലാതെ എല്ലാവർക്കും ക്ഷമയോടെ ഉത്തരം കൊടുക്കുന്നത് കാണാം.
ആളോട് വലിയ സ്നേഹമാണെന്ന് തോന്നുന്നു നാട്ടിലെ എല്ലാവർക്കും. ഉള്ളിൽ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ടെങ്കിലും ഈ നാട്ടിലെ പരിമിതമായ സൗകര്യങ്ങൾ ഓർക്കുമ്പോൾ അതൊക്കെ വീണ്ടും കുഴിച്ചു മൂടും. ആളെന്തായാലും ഈ നാട് വിട്ട് ടൗണിലേക്ക് വരില്ല എന്ന് ഏകദേശം ഉറപ്പായിരുന്നു. ഈ നാട്ടിലെ ഓരോ വീട്ടിലെയും അംഗം തന്നെയായിരുന്നു അഭിയേട്ടൻ. ടൗണിൽ സ്വന്തമായുള്ളൊരു ഹോസ്പിറ്റൽ ഓഫർ ചെയ്തിട്ടുള്ള കല്യാണ ആലോചന വേണ്ടെന്ന് വെച്ച കഥ അമ്മമ്മയിൽ നിന്നും അറിഞ്ഞപ്പോഴേ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിരുന്നു. വൈകുന്നേരം വെറുതെ മുറ്റത്തേക്ക് നോക്കി തൂണിലേക്ക് തലചായ്ച്ചിരിക്കുകയായിരുന്നു വൈഗ. എത്ര വേഗമാണ് അഭിയേട്ടൻ മനസ്സിലേക്ക് ഇടിച്ചു കയറിയത്. പ്രണയത്തിന് ഇത്രയും ശക്തിയുണ്ടെന്ന് അറിഞ്ഞില്ല. ഓരോ നിമിഷവും മനസ്സ് അവനിലേക്ക് മാത്രം ചുരുങ്ങുന്നു. ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചത് ഇവിടെ വരും വരെ. പക്ഷേ ഓരോ ധാരണകളും തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. കൂട്ടുകാരോട് ചാറ്റ് ചെയ്യാതെ സോഷ്യൽ മീഡിയകളിൽ ഒന്നും കയറാതെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മുൻപ് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അത്. എനിക്ക് ആളുകളെ ഫോണിൽ വിളിച്ച് സംസാരിക്കാനാണ് ചാറ്റ് ചെയ്യുന്നതിലും ഇഷ്ടം. നമ്മൾ നേരിൽ സംസാരിക്കുന്നത് തന്നെ എപ്പോഴും നല്ലത്. പിന്നെ വാർത്തകൾ അറിയാനായി ടി വിയും കേബിളുമില്ലേ? അത്യാവശ്യത്തിന് നെറ്റ് ഉപയോഗിക്കാൻ കമ്പ്യൂട്ടറുമുണ്ട്. പിന്നെന്താ പ്രശ്നം? വീർപ്പ് മുട്ടിയുള്ള ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അഭിയേട്ടൻ പറഞ്ഞ മറുപടി വീണ്ടും ഒരിക്കൽ കൂടി കാതിൽ മുഴങ്ങി. ആ പറഞ്ഞതനുസരിച്ച് താനും മാറി തുടങ്ങിയോ? ഓരോന്നാലോചിച്ചിരിക്കുന്നതിനിടയിൽ അഭിയേട്ടൻ അടുത്തു വന്നിരുന്നത് അറിഞ്ഞില്ല. എന്താണ് മാഡം, തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ? കാതോരം കുസൃതി നിറഞ്ഞൊരു സ്വരം കേട്ടപ്പോൾ ആയിരുന്നു ഞെട്ടി നോക്കിയത്. ചിരിയോടെ അരികിൽ ഇരിപ്പുണ്ട് ആള്. എന്നാലും ഒരു വൈഫൈ വെക്കേണ്ട കാര്യത്തിന് കല്യാണമൊക്കെ വേണ്ടെന്ന് വെക്കാമോ എൻ്റെ പെണ്ണെ? പറയുമ്പോൾ ചിരി കടിച്ചമർത്തുന്നത് കണ്ടു. ദേഷ്യത്തോടെ കണ്ണ് കൂർപ്പിച്ചു നോക്കി. നെറ്റ് മാത്രമല്ല, ഇവിടെ ഒരു പാർക്കുണ്ടോ? സിനിമ കാണാൻ തിയേറ്ററുണ്ടോ? ഒരു ഓഫീസിലോ ആശുപത്രിയിലോ പോയാൽ ഒരു ലിഫ്റ്റെങ്കിലും ഉണ്ടോ? സ്റ്റെപ്പ് കയറി മനുഷ്യൻ മടുക്കും. അവനെ നോക്കി വീറോടെ പറഞ്ഞു. അബി ചിരിച്ചതേ ഉള്ളൂ. പിന്നെ കൈ നീട്ടി അവളുടെ മൂക്കിൽ തുമ്പിലൊന്ന് പിടിച്ചു. നീ പോയി പെട്ടെന്ന് ഒരുങ്ങി നിൽക്ക്. എന്തിനെന്ന് ചോദിക്കാൻ വരുമ്പോഴേക്കും ആൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയിരുന്നു. പറഞ്ഞതനുസരിച്ച് വേഗം തന്നെ ഒരുങ്ങി നിന്നു. ബൈക്കിൻ്റെ പിന്നിൽ അവനോട് ചേർന്നിരിക്കുമ്പോൾ തണുപ്പ് കാരണം പല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. തണുപ്പ് മാറാൻ വേണ്ടി അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കണ്ണുകൾ അടച്ച് പുറത്തേക്ക് ചാഞ്ഞിരുന്നു. കുറേ ദൂരം പോയപ്പോൾ ബൈക്ക് നിന്ന് എന്ന് തോന്നിയപ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. ഒരു ഗ്രൗണ്ട് പോലെ തോന്നുന്ന ഒരു സ്ഥലത്തായിരുന്നു ബൈക്ക് നിർത്തിയത്. നിലത്താകെ പച്ച പുല്ല് വളർന്നു കിടക്കുന്നു. ചുറ്റുമുള്ള മരങ്ങളുടെ ആകും നല്ല തണുപ്പുണ്ടായിരുന്നു. അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് രാശി കൂടി കലർന്ന് വല്ലാത്തൊരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ. ചെരുപ്പഴിക്ക്, എന്നിട്ട് വെറുതെ ഒന്ന് നടന്നു നോക്ക്. അവൻ പറഞ്ഞത് കേട്ട് ആദ്യം ഒന്ന് സംശയിച്ചു എങ്കിലും പതിയെ ചെരുപ്പഴിച്ച് ആ പുല്ലിലേക്ക് പതിയെ ചവിട്ടി. ഉള്ളം കാലിൽ നിന്നും ഒരു തണുപ്പ് നിറകെ വരെ പടരുന്നതായി അറിഞ്ഞു. കണ്ണുകളടച്ച് വെറുതെ ഒരടി കൂടി മുന്നോട്ട് വച്ചു. ആ തണുപ്പ് ഉള്ളിലേക്ക് ആവാഹിക്കുമ്പോഴേക്കും അഭിയേട്ടൻ പിന്നിലൂടെ തന്നെ ശരീരത്തോട് ചേർത്ത് നിർത്തി തോളിൽ മുഖമമർത്തിയിരുന്നു. ശരീരമൊന്ന് വിറച്ചതുപോലെ തോന്നി അവൾക്ക്. നിനക്ക് പാർക്കിലും മറ്റും പോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ പെണ്ണേ. പിന്നെ സിനിമ പോലും കാണാത്ത അത്രയും പഴഞ്ചൊല്ലൊന്നുമല്ല കേട്ടോ ഞാൻ. നീ കണ്ടതിലും കൂടുതൽ ഒരു പക്ഷേ തിയേറ്ററിൽ പോയി ഞാൻ കണ്ടു കാണും. ചെവിയോട് ചേർന്ന് അവൻ പറഞ്ഞപ്പോൾ ചിരിയോടെ മുഖം താഴ്ത്തി. ഉള്ളിൽ നിറയുന്ന സന്തോഷത്തിൻ്റെ തരിപ്പ് ശരീരമാകെ പടരുന്നുണ്ടായിരുന്നു. ദാ ആ മല കണ്ടോ? അവൻ മുന്നിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ നിന്നിട്ടുള്ളതാണ് ഞാൻ ഇതുവരെ കണ്ട ഏറ്റവും മനോഹരമായ ഉദയവും അസ്തമയവും. അവൻ്റെ പറച്ചിൽ കേട്ട് മുന്നിലേക്ക് നോക്കി. ചെറിയൊരു കുന്നുപോലെ ഉണ്ട്. മുകളിലേക്ക് പോകാനായി വഴി തെളിച്ചിട്ടിട്ടുണ്ട്. ഓറഞ്ച് നിറം അവിടെ ആകെ പടർന്നു തുടങ്ങിയിരിക്കുന്നു. അസ്തമയത്തിന് ഇനി അധിക സമയമില്ല എന്ന് സൂചിപ്പിക്കുന്ന വിധം ആവേശത്തോടെ അവനെ നോക്കി. ഇനി നിന്റെ അടുത്ത പരാതി. അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി മീശ ഒന്ന് പിരിച്ചു. കാര്യം എന്താ എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും രണ്ട് കൈകളിലുമായി പൊക്കിയെടുത്തിരുന്നു. ഒരു നിലവിളിയോടെ അവൻ്റെ കഴുത്തിൽ ചുറ്റിക്കിടന്നപ്പോൾ ചിരിക്കുന്നത് കേട്ടു. നാട്ടിൻപുറമല്ലേ, ഇവിടെ ഈ ലിഫ്റ്റേ കിട്ടൂ. ഇനി എന്തായാലും എൻ്റെ പെണ്ണ് സ്റ്റെപ്പ് കയറി ക്ഷീണിക്കേണ്ട. അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കണ്ണിറുക്കി അഭി പറഞ്ഞു. നാണം കലർന്ന ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തുമ്പോൾ ആ ഹൃദയമിടിപ്പ് എൻ്റേത് കൂടിയാകുകയായിരുന്നു. ഇങ്ങനെയുള്ള മനോഹരമായ പ്രണയകഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.